കേരളത്തിലെ രണ്ട് മുഖ്യമന്ത്രിമാർ ഒന്നിലധികം തവണ ജയിച്ച മണ്ഡലമാണ് മലമ്പുഴ. അതുപോലെ തന്നെ 1967 മുതൽ സ്ഥിരമായി CPM സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ച മണ്ഡലമാണ് മലമ്പുഴ. ഇപ്പോൾ BJP ഏതാനും സീറ്റുകൾ കേരളത്തിൽ ജയിക്കുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. പക്ഷേ അങ്ങനെ അവർ പറയുന്ന സീറ്റുകളിൽ പെടാത്തതാണെങ്കിലും BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് മലമ്പുഴ. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാറാണ് മലമ്പുഴയിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ജയിച്ച സിറ്റിംഗ് MLA A പ്രഭാകരനാണ് CPMന്റെ സ്ഥാനാർത്ഥി. UDF ആണെങ്കിൽ അവിടെ നിന്ന് സ്ഥിരമായി ജയിച്ചു വന്നിരുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് സുരേഷിനെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. മലമ്പുഴയുടെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ, ഏറ്റവും ഒടുവിലത്തെ ഇലക്ഷൻ വിശേഷങ്ങൾ വിശകലനം ചെയ്യുകയാണ് ഡോക്ടർ A ജയപ്രസാദ്, രാഷ്ട്രീയ നിരീക്ഷകനും അതുപോലെ തന്നെ കേന്ദ്ര സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറുമാണ്. നമസ്തേ. കഴിഞ്ഞ 2 തവണ BJPയും അതുപോലെ തന്നെ CPMഉം 1-2 സ്ഥാനത്ത്, CPM 1-ാം സ്ഥാനത്ത് BJP 2-ാം സ്ഥാനത്ത് വന്ന CPMഉം BJPയും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുന്ന മണ്ഡലമാണ് മലമ്പുഴ. എന്തായിരിക്കും ഇത്തവണത്തെ മലമ്പുഴയുടെ മലമ്പുഴ നിയോജക മണ്ഡലം ഇടതുപക്ഷത്തിന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലമ്പുഴ മണ്ഡലത്തിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് പൂർണ്ണമായ ആധിപത്യമുള്ള ഒരു മണ്ഡലമാണ്. പൊതുവെ പാലക്കാട് നിയോജക മണ്ഡലങ്ങളിൽ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസി ഒന്ന് രണ്ട് മണ്ഡലങ്ങളെ മാറ്റി കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് വളരെയധികം സാധ്യതയുള്ളത് എല്ലാ കാലത്തും ഡോമിനൻസ് ഉള്ള ഒരു മണ്ഡലമാണ്. പക്ഷെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ മലമ്പുഴയിലെ CPMന്റെ ശക്തി ക്ഷയിക്കുന്നതായി കാണാം. പക്ഷെ ക്ഷയിക്കുമ്പോഴും പാർട്ടി തോൽക്കുന്ന ലെവലിലേക്ക് വന്നിട്ടില്ല. നമ്മളിപ്പോ രാഷ്ട്രീയമായി നിരീക്ഷിക്കുന്ന ആളിന് മലമ്പുഴയില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന സ്വാധീനത്തില് വലിയ വീഴ്ച ഉണ്ടായതായി കാണാം. അതില് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നമുക്ക് ഒരേപോലെ തന്നെ നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ 2 തെരഞ്ഞെടുപ്പുകളിലും ഇത് പ്രകടമാണ്. അപ്പൊ ഉദാഹരണത്തിന് അതിന് കാരണമായത് മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് പാർട്ടി നേരത്തെ തന്നെ പൊതുവെ കോൺഗ്രസ് ദുർബലമാണ്. ഈ കഴിഞ്ഞ 2006 ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ വളരെയധികം കുറഞ്ഞിരുന്നു. പക്ഷെ അതിനു മുമ്പ് 2001-ലും 2006-ലും കണ്ണൂരിൽ നിന്ന് വന്ന സതീശൻ പാച്ചേനി, അതായത് അന്ന് അത്ര വലിയ നേതാവൊന്നുമല്ല, എനിക്ക് തോന്നുന്നു KSU സംസ്ഥാന പ്രസിഡന്റൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹം 2 തവണ VS അച്യുതാനന്ദനെതിരെ മത്സരിച്ചു. അതിൽ ആദ്യത്തെ തവണ ഏതാണ്ട് 6000 ചില്ലാനും വോട്ടിനാണ് അദ്ദേഹം തോൽക്കുന്നത്. പക്ഷെ 2ാമത്തെ തവണയാകുമ്പോഴേക്ക് അത് 20,000 വോട്ടിലേക്ക് ഡിഫറൻസ് എത്തി. അപ്പം എനിക്ക് തോന്നുന്നത് CPM അത്ര വലിയ ശക്തി ആയത് കോൺഗ്രസ് ക്ഷീണിച്ചതോടുകൂടിയാണ്. അത് ഒരു കാരണമാണ്, കോൺഗ്രസ് ക്ഷീണിച്ചത് ഒരു കാരണമാണ്. മാത്രമല്ല അച്യുതാനന്ദന്റെ ഭൂരിപക്ഷം നമ്മൾ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ അച്യുതാനന്ദന് മോശമല്ലാത്ത രീതിയിൽ 2006 ശേഷമുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ അച്യുതാനന്ദന്റെ ഭൂരിപക്ഷം പിന്നീട് അത് വളരെ കൂടുതലാണ്. ഉദാഹരണത്തിന് 2011 അച്യുതാനന്ദന് ലഭിക്കുന്നത് 57.04% വോട്ടായിരുന്നു. അന്ന് കോൺഗ്രസിന് അവിടെ ലഭിച്ചത് 21.66%. അപ്പൊ അന്ന് ലതിക സുഭാഷാണ് മത്സരിച്ചത്. അപ്പൊ അതിനുശേഷം പിന്നീട് അടുത്ത് 2016 തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും CPMന്റെ വോട്ട് അച്യുതാനന്ദൻ തന്നെയാണ് മത്സരിക്കുന്നത്. ആ സമയത്ത് 45.9% കുറഞ്ഞു. അപ്പം അച്യുതാനന്ദന്റെ തന്നെ 12% ഏതാണ്ട് 12 അല്ല 7% വോട്ട് കുറയുകയുണ്ടായി അച്യുതാനന്ദന് തന്നെ 2016 വരുമ്പോഴത്തേക്ക്. 2021 തെരഞ്ഞെടുപ്പിൽ അത് 46.2%. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണേണ്ട ഒരു പ്രത്യേകത, ഈ 3 തെരഞ്ഞെടുപ്പിലും BJPയുടെ വോട്ട് ഷെയർ 2011 BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് NDAയുടെ ജനതാദൾ യുണൈറ്റഡിന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചത്. 2011 മലമ്പുഴയിൽ BJPക്ക് ലഭിച്ചത് കേവലം 2772 വോട്ടാണ്. അതായത് 2.3% മാനദണ്ഡമായിട്ട് എടുക്കാൻ പറ്റാത്തത്. കാരണം അതിന് തൊട്ടു മുമ്പത്തെ തവണ ശിവരാജൻ BJP സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ട് ഏതാണ്ട് 8,000 വോട്ട് പിടിച്ചിരുന്നു. അപ്പം മറ്റേത്
ബി ജെ പിക്കാർ പൊതുവെ ഈ ബി ജെ പി മുന്നണിയിൽപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടിതമായ വർക്ക് നടന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അതിനെ ഒരു മാനദണ്ഡമായിട്ട് എടുക്കാൻ അല്ല എന്നാലും പറ്റില്ല. ബി ജെ പിയുടെ വോട്ട് ഷെയർ സാധാരണ 5, 6,000, 7,000 വോട്ടിലേക്ക് ആ ലെവലിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നത് 2016. 2016 തെരഞ്ഞെടുപ്പില് ബി ജെ പി വലിയ മുന്നേറ്റം അല്ലെ, 46,157 വോട്ട്, അതായത് 28.99% വോട്ട് അവിടെ സി ലഭിക്കും. കൃഷ്ണകുമാർ ജയിക്കേണ്ടായി. അപ്പം അത് സ്വാഭാവികമായിട്ടും ബി ജെ പി, അത് ദേശീയ സംസ്ഥാന തലത്തിൽ തന്നെയുള്ള ശ്രദ്ധേയമായതാണ്. ബി ജെ പി അവിടെ 2ാം സ്ഥാനത്ത് വരും. മറ്റേ ഈ DCC പ്രസിഡന്റ് ആയിരുന്ന അല്ല എനിക്കൊന്ന് അതെ, കോൺഗ്രസിന്റെ KSUന്റെ സംസ്ഥാന പ്രസിഡന്റ് BS ജോയിയാണ് തോൽപ്പിച്ചത്. മൂന്നാം വലിയ വ്യത്യാസം വന്നു. അത് അവർക്ക് എത്ര 35,000 വോട്ട്. അതെ, അതാ അന്ന് അവർക്ക് കിട്ടിയത് 22.12% ആണ്. അതില് 35,333 വോട്ടാണ് അന്ന് BS ജോയിക്ക് ലഭിക്കുന്നത്. അപ്പം ബി ജെ പി നമ്മള് 2ാം സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു 2016. അപ്പൊ 2021 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും കൃഷ്ണകുമാർ അവിടെ നിന്നിട്ട് ആ വോട്ട് 30.68% ഉയർന്നു. അതായത് വോട്ട് 50,200 വോട്ടായി. അപ്പൊ ഇതിൽ നമ്മൾ കാണേണ്ടത് ബി ജെ പിയുടെ വളർച്ച. നമ്മൾ പാലക്കാട് നിയോജക മണ്ഡലം പോലെ തന്നെ മലമ്പുഴ നിയോജക മണ്ഡലത്തിലും ബി ജെ പിയുടെ വളർച്ച വളരെ വളരെ ശക്തമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇതില് 2 മുന്നണികൾക്കും, ഇടതു മുന്നണിക്കും കോൺഗ്രസ് മുന്നണിക്കും ഒരുപോലെ നഷ്ടമുണ്ടായിരുന്നു. കോൺഗ്രസിന് കൂടുതൽ നഷ്ടമുണ്ടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ലോകസഭയിലെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനം കൂടെ നമ്മൾ കമ്പയർ ചെയ്യണം. കാരണം ലോകസഭയിലെ വരുമ്പോഴേക്ക് ബി ജെ പിക്ക് ഒരു അപ്പർ ഹാൻഡ് അല്ല, അങ്ങനെയല്ല, എന്നാൽ പോലും കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഏതാണ്ട് ഇതേ ലെവലിൽ തന്നെയാണ്. ഇതിനേക്കാൾ 1% വ്യത്യാസം വരുന്നുള്ളൂ. ഉദാഹരണത്തിന് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അവിടെ ലഭിച്ചത് 16.8% വോട്ടായിരുന്നു. 2019 ആകുമ്പോഴത്തേക്കും അത് 10% കൂടി 26.64%. ഇപ്പൊ 2024 അത് വീണ്ടും 5% കൂടി 5.6% കൂടി, അതായത് 31.6% ഉയർന്നു. 48,567 വോട്ടാണ് ലഭിച്ചത്. അപ്പൊ ആ തരത്തില് ലോകസഭയിലും നിയമസഭയിലും ഏതാണ്ട് ഒരുപോലെ പെർഫോമൻസ് നടത്തുന്നു. അപ്പൊ ലോകസഭയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അത്ര വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പൊ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലുള്ളതുപോലെ പാലക്കാട് ബി ജെ പിയുടെ ശക്തമായ ഒരു വോട്ടുള്ള മണ്ഡലമാണെങ്കിൽ പോലും തിരുവനന്തപുരം ആദ്യഘട്ടത്തില് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ പാലക്കാട് നിയമസഭാ മണ്ഡലം മാത്രമേ ഒരു പാലക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ ഈ മണ്ഡലങ്ങളിലാണ് പൊതുവെ ബി ജെ പി നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് പൊതുവെ കൂടുതൽ വോട്ടുണ്ട്. പക്ഷെ കൊങ്ങാട് പോലെയുള്ള മണ്ഡലങ്ങളിലും മോശമല്ലാത്ത വോട്ട് ബി ജെ പിക്ക് ലഭിച്ചിരുന്നു. മലമ്പുഴയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാലക്കാടിനെ തൊട്ട് ചേർന്ന് കിടക്കുന്ന മലമ്പുഴയുടെ ഒരു പ്രത്യേകത, മലമ്പുഴ പാലക്കാടിന്റെ ചുറ്റുമുള്ള CPM സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള പഞ്ചായത്തുകളാണ്. ശരിക്കും ഗ്രാമീണ മേഖലയാണ്, കാർഷിക മേഖലയാണ് മലമ്പുഴ. വികസനപരമായിട്ട് നമ്മൾ ആ തരത്തിൽ ഒരു വികസനവും എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ്. നമ്മൾ മലമ്പുഴ ഡാമൊക്കെ ഉണ്ടെന്ന് മാത്രം. മലമ്പുഴ ഡാം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അച്യുതാനന്ദൻ മലമ്പുഴയിൽ എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അത് പക്ഷെ ഒരു നേതാവ് എന്ന നിലയിൽ, ഒരു പാർട്ടിക്കാരെന്ന നിലയിൽ അച്യുതാനന്ദന് വോട്ട് ചെയ്യും. അച്യുതാനന്ദനും അങ്ങനെ ഒരു എക്സ്റ്റൻസീവ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് അല്ല. ശരിക്കും നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാര്, അത് പിണറായി വിജയനാണെങ്കിലും നയനാരാണെങ്കിലും അവരാരും തന്നെ അവരുടെ മണ്ഡലങ്ങളെ നറിഷ് ചെയ്തിട്ടേ ഇല്ല. ഇപ്പൊ കല്യാശ്ശേരി മണ്ഡലത്തിൽ നമ്മൾ പോയാലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. അവിടെ വെയിറ്റിംഗ് ഷെഡും പിന്നെ സഹകരണ സംഘങ്ങളുടെ ചില സ്ഥാപനങ്ങളും രക്തസാക്ഷി മണ്ഡപങ്ങളും ഇതൊക്കെ എല്ലാ ലൈബ്രറികളിലുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടിയും അല്ല, അതാ ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോ ഞാൻ ഈ ഭാഗങ്ങളിലൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് ബന്ധമുള്ളത് കൊണ്ടും ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കാരണം ചങ്ങനാശ്ശേരിയിൽ ഞാൻ ഒരുപാട് കാലം താമസിച്ച ഒരാളാണ്. അപ്പൊ ചങ്ങനാശ്ശേരിയിൽ നമ്മൾ പലപ്പോഴും ഇടതുപക്ഷ ഗവൺമെന്റ് 96-2001 കാലഘട്ടത്തില് അന്ന് PWD മന്ത്രിയായിരുന്ന PA ജോസഫ് അന്ന് ആദ്യമായിട്ട് നമ്മുടെ ലെവൽ ടാറിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ ആ തരത്തിലെ റോഡ് വികസനം അല്ലെ റോഡ് വികസനം ഉണ്ടായത് മൂവാറ്റുപുഴ, തൊടുപുഴ ഈ മേഖലയിലായിരുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പാല, തൊടുപുഴ ആ റൂട്ട്, അതായത് ഏറ്റുമാനൂർ പാല, തൊടുപുഴ റൂട്ടില്
റോഡൊക്കെ നല്ലതാവുകയും അതുപോലെ കുറച്ചൊരു വികസന പ്രവർത്തനം നമ്മൾ കാണാം. അതുപോലെ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിലൊക്കെ ഗ്രാമീണ റോഡുകളൊക്കെ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. അപ്പൊ മലബാറിൽ ഇത്തരം വികസനങ്ങളൊന്നും വന്നില്ല. പക്ഷെ പിന്നീട് ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കുറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മലപ്പുറത്ത് ആദരത്തിൽ ആദ്യമായിട്ട് വികസനം ഉണ്ടാകുന്ന മുനീർ മന്ത്രിയായിരിക്കുമ്പോഴാണ്. അപ്പൊ മലബാറിൽ പൊതുവെ നമ്മുടെ മന്ത്രിമാരാരും കാര്യമായി അവർ ശ്രദ്ധിച്ചിരുന്നില്ല. മലമ്പുഴ അതിനൊരു ബെസ്റ്റ് ആയിട്ടൊരു എക്സാമ്പിൾ ആണ്. അച്യുതാനന്ദൻ ഇത്രയധികം കാലം പ്രതികരിച്ച മണ്ഡലത്തിൽ യാതൊരു പുരോഗതിയും വന്നില്ല. അവർ കർഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് നമുക്ക് പറയാനും കഴിയില്ല. പക്ഷെ BJP അതിന് ബദലായിട്ട് അവിടെ ഒരു പുതിയ പ്രതീക്ഷയായിട്ട് വളർന്നു വരികയാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിലും BJPയുടെ സാധ്യതകൾ അതുകൊണ്ട് വളരെ വലുതാണ്. ഇതിൽ എനിക്ക് BJPയുടെ സാധ്യത കാര്യമായിട്ട് തോന്നുന്നത്, ഒന്ന് CPM ഒരു 75,000 വോട്ട് 70,000 വോട്ട് അവരുടെ ഒരു വോട്ടാണ്. BJPക്ക് ഒരു 50,000 വോട്ട്, ഒരു 20-22 വോട്ടിന്റെ ഒരു ഡിഫറൻസ് കാണും. പക്ഷേ സുരേഷ് VS അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായിരുന്നു. പിന്നെ പാർട്ടിയായിട്ട് ആകുന്നു. പക്ഷെ പാർട്ടി അയാൾ അങ്ങനെ തള്ളി പറഞ്ഞിരുന്നില്ല. ഒടുവിൽ അയാൾ കോൺഗ്രസിലെത്തുകയാണ്. പക്ഷെ അയാൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരുപാട് ആളുകളായിട്ട് അയാളിലൂടെ ആയിരിക്കും പലരും ബന്ധപ്പെട്ടിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 1-2 പഞ്ചായത്തുകളെങ്കിലും ആളുകളെ സ്വാധീനിക്കാൻ അയാൾക്ക് പറ്റും, അയാളുടെ ഭാഗത്തും ഒക്കെ ആയിട്ട്. അപ്പം അയാൾ കൂടുതലായി പിടിക്കുന്ന വോട്ടുകൾ അതൊരു CPM-ന്റെ വോട്ടുകളായിരിക്കും. അപ്പം കൃഷ്ണകുമാറിന് 46,000 അയാൾ 50,000 ആക്കി. ആ 50 അയാൾ 5 വർഷം കൊണ്ട് 55,000 ആക്കിയാൽ ഒരു 10,000 വോട്ടെങ്കിലും CPM-ന്റേത് കുറയുകയാണെങ്കിൽ കുറച്ചുകൂടി ടൈറ്റ് ആവും. എനിക്ക് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. കാരണം VS അച്യുതാനന്ദന്റെ കൂടെ നടന്നതുകൊണ്ട് സുരേഷ് മലമ്പുഴയിലെ ജനങ്ങൾക്ക് സ്വീകാര്യമാകണമെന്നില്ല. കാരണം മാത്രമല്ല അദ്ദേഹം ഇന്ന് CPM-ന്റെ ഭാഗത്തല്ല, എതിർപക്ഷത്താണ് നിൽക്കുന്നത്. വ്യക്തിപരമായിട്ട് ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യില്ല. അത് ആ തരത്തില് ഒരു, ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ആ തരത്തിലൊരു പുരോഗതിയുള്ള മണ്ഡലം അല്ല. അപ്പൊ അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മണ്ഡലം എന്നുള്ള തലത്തില് ഒരു തരത്തിലുമുള്ള വികസനം എത്തിനോക്കാത്ത ഒരു മണ്ഡലമാണ് ഈ മലമ്പുഴ. പൊതുവെ പാലക്കാട് ജില്ല, നമുക്ക് പാലക്കാട് ജില്ല ഇപ്പൊ നിങ്ങൾ ആലത്തൂർ മണ്ഡലം, അതുപോലെയുള്ള കുഴൽമന്ദം, ഈ ബെൽറ്റൊക്കെ നമ്മൾ നോക്കണം. അവരൊന്നും കാർഷിക മേഖലയാണ്, ഒരു പുരോഗതിയും അവിടെ നിന്ന് കടന്നു വന്നില്ല. അപ്പൊ ഈ പുരോഗതി വരാത്തതാണ് ഇടതുപക്ഷത്തിന്റെ ക്യാപിറ്റൽ. അപ്പൊ ഇടതുപക്ഷം അവിടെ സർവൈവ് ചെയ്യുന്നത് തന്നെ പുരോഗതി വരാത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് അച്യുതാനന്ദന്റെ ഒരു പ്രഭാവത്തില് അവിടെ സുരേഷിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി ലഭിക്കുന്ന സ്വീകാര്യത പോലെ ഒരുപക്ഷെ കോൺഗ്രസിൽ പോകുമ്പോൾ ലഭിക്കണമെന്നില്ല. കോൺഗ്രസിന് അവിടെ പ്രതീക്ഷയില്ലാത്ത മണ്ഡലം ആയതുകൊണ്ട് സുരേഷിനെ നിർത്തുന്നതേ ഉള്ളൂ. കാരണം ഒരു തരത്തിലും കോൺഗ്രസിന് പ്രതീക്ഷയുള്ള മണ്ഡലമല്ല. അപ്പൊ കോൺഗ്രസ് നേരത്തെ സതീശൻ പാച്ചേനി ആണെങ്കിലും അല്ലെങ്കിൽ BS ജോയിയൊക്കെ അവിടെ കൊണ്ട് നിർത്തിയത് തന്നെ അതൊരു സിംബോളിക്കലായിട്ട് ഒരു ഫൈറ്റിന് വേണ്ടി നിൽക്കും, ജയിക്കാൻ വേണ്ടിയിട്ടല്ല നിന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ സുരേഷിനെ നിർത്തുന്നത് സുരേഷിനും പ്രതീക്ഷ ഉണ്ടാവില്ല, കോൺഗ്രസിനും പ്രതീക്ഷ ഉണ്ടാവില്ല. BJPയുടെ ഒരു പ്രത്യേകത, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അകത്തേത്തറ, അതായത് മലമ്പുഴയിൽ വരുന്ന അകത്തേത്തറ പഞ്ചായത്തൊക്കെ CPM-ന്റെ സ്ട്രോങ് ഹോൾഡ് ആയ പഞ്ചായത്തൊക്കെ പിടിച്ചെടുക്കാൻ അതാ ഞാൻ പറഞ്ഞത്. BJPയുടെ വളർച്ച നമ്മൾ ഇതിൽ നിന്ന് മാറി കാണണം. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണി രാഷ്ട്രീയത്തിന് വ്യത്യസ്തമായിട്ട് BJP ഒറ്റയ്ക്ക് അവിടെ വളർന്നു വരികയാണ്. കാരണം ഘടകകക്ഷികളൊന്നും അവിടെ കാര്യമായിട്ട് വർക്കുള്ളതല്ല. അപ്പൊ BJPയുടെ വോട്ട് നമ്മൾ ലോകസഭാ മണ്ഡലം, നേരത്തെ നമ്മൾ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഇടതുമുന്നണിക്ക് അവിടെ 70,000-നടുത്ത് വോട്ട് ലഭിക്കുന്നുവെങ്കിലും ലോകസഭയിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ലോകസഭയുടെ കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 2024 ലോകസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും CPM-ന്റെ വോട്ട് എന്ന് പറയുന്നത് 55,815 അതായത് 36.31% വോട്ട് പാലക്കാട് ലോക്സഭ CPM-ന്റെ ചിഹ്നത്തിലെ മത്സരിക്കുന്നത്. 55,000 വോട്ട് ലഭിച്ചോളൂ. കോൺഗ്രസിന് അവിടെ ലഭിച്ചത് 32% വോട്ടാണ്. അല്പം കൂടുതൽ വോട്ട് ലഭിച്ചു കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അപ്പം വിജയിച്ചത് നമ്മുടെ ശ്രീകണ്ഠൻ പാലക്കാട്. അപ്പം 32% കിട്ടി. 50,000 വോട്ട് 49,295 വോട്ട് ലഭിച്ചു. BJPക്ക് 31.6% വോട്ട് ലഭിച്ചു. അതായത് 48,567 വോട്ട് ലഭിച്ചു. അതായത് നമ്മൾ ലോകസഭയുടെ വോട്ട് ഷെയർ പരിശോധിച്ചു കഴിഞ്ഞാൽ 31.6, 36.3, 32%. ഈ 3 റേഞ്ചിലാണ് നിൽക്കുന്നത്. ഒരു 2-2.5% വോട്ട് BJP വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചാൽ മലമ്പുഴ നിയോജക മണ്ഡലം BJP കംഫർട്ടബിൾ ആയിട്ട് വിജയിക്കും. അപ്പം BJPയുടെ മറ്റു മണ്ഡലങ്ങളിലെ സർവേ, ഇപ്പൊ നമ്മൾ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വളരെ ബയസ്ഡ് ആയിട്ട് നടത്തുന്ന സർവേയിൽ പോലും BJPക്ക് എല്ലാ ജില്ലകളിലും ഗ്രോത്ത് ഉണ്ട്. BJPയുടെ വോട്ടിൽ ഇപ്പൊ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച മനോരമ നടത്തിയ സർവേയാണ്. അതായത്
കോൺഗ്രസ് അനുകൂലമായ ഒരു കാഴ്ചപ്പാടിലൂടെ നടത്തിയ സർവേയിൽ പോലും കോൺഗ്രസിന് ഒരു ജില്ലയിലും വോട്ട് ഷെയർ കൂടുന്നില്ല. പക്ഷെ കോൺഗ്രസിന് കഴിഞ്ഞ അവസരത്തിൽ നിൽക്കുകയും CPM-ന്റെ വോട്ട് കുറയുന്നുണ്ട്. കോൺഗ്രസ് BJP-യുടെ വോട്ട് മാത്രമാണ് എല്ലാ ജില്ലകളിലും കൂടുന്നത്. നമുക്കത് വേണമെങ്കിൽ അത് പ്രത്യേകിച്ച് പഠിക്കാനാണ്, ഈ സർവേയുടേതായതുകൊണ്ടാണ് ഞാൻ. പക്ഷെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ എല്ലാ ജില്ലകളിലും മനോരമയുടെ സർവേ പ്രകാരം അത് തൃശ്ശൂരായിക്കോട്ടെ, പാലക്കാട് ആയിക്കോട്ടെ, എറണാകുളം, കോട്ടയം എല്ലാം തന്നെ BJP-യുടെ വോട്ട് ഷെയർ 4, 5, 6, 8% ഉയരുന്നുണ്ട്. അപ്പൊ ആ തരത്തില് ഒരു വോട്ട് ഷെയർ ഇവിടെ കൂടുകയാണെങ്കിൽ മലമ്പുഴയിൽ BJP-ക്ക് വളരെയധികം വിജയ സാധ്യതയുണ്ട്. അപ്പം ലോകസഭയിൽ നമ്മൾ BJP-യുടെ വോട്ട് ഷെയർ തന്നെ 2014 16.8%, 19 26.64, 24 അത് 31.60. അതായത് ദേശീയ തലത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കർഷക അനുകൂല നിലപാടുകൾ, അതെല്ലാം ഗ്രാമീണ ഭാരതത്തിൽ കാണിക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. അതിന്റെയൊക്കെ പ്രഭാവം മലമ്പുഴയിലുണ്ട്. മലമ്പുഴയിലെ കർഷകർക്ക് ഇതിന്റെ വ്യത്യാസം അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ BJP-യുടെ ശക്തി അവിടെ വളരുകയാണ്. BJP പാലക്കാട് ജില്ലയിൽ പൊതുവെ സ്വീകാര്യത വർദ്ധിച്ചു വരുന്നുണ്ട്. അതിൽ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ BJP ഷൊർണൂര്, അതുപോലെ ഒറ്റപ്പാലം തുടങ്ങിയ മണ്ഡലങ്ങളൊക്കെ വളരെ ഉയർന്ന വോട്ട് വാങ്ങാൻ സാധ്യതയുള്ള ഉയർന്ന ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു 25 to 30% എന്തായാലും. അപ്പൊ അതുകൊണ്ട് ഞാൻ കാണുന്ന മലമ്പുഴയിൽ വളരെ വ്യക്തമായ ഒരു ത്രികോണ മത്സരമാണ്. അപ്പൊ BJP-ക്ക് അവിടെ ഒരു 2.5% വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ, അതായത് 2021 ലഭിച്ചതിനേക്കാളും 2.5-3% വോട്ട് BJP-ക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ 100% BJP-ക്ക് വിജയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അപ്പൊ BJP-യുടെ കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ BJP-യുടെ വോട്ട് ഷെയറിന്റെ വളർച്ച നമുക്ക് തീർച്ചയായിട്ടും അത്തരം ഒരു വളർച്ച ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അതായത് മെയിൻ സ്ട്രീമില് ഇപ്പം ഉദാഹരണത്തിന് നേമം, കഴക്കൂട്ടം, പാലക്കാട്, അല്ലെങ്കിൽ തൃശ്ശൂര്, മഞ്ചേശ്വരം എന്ന് പറയുന്ന ആ കൂട്ടത്തിൽ മലമ്പുഴ പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും മലമ്പുഴയ്ക്ക് ഒരു ചാൻസ് ഉണ്ടെന്നാണ് ഡോക്ടർ. അല്ല, ആ കൂട്ടത്തിൽ പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാല് ഈ SDPI പോലെയുള്ള പ്രസ്ഥാനങ്ങള്, അല്ലെങ്കിൽ PDP-യുടേതും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ വോട്ടുകൾ BJP-യെ തോൽപ്പിക്കാനായിട്ട് വോട്ട് ചെയ്യുന്ന മണ്ഡലങ്ങളായിരിക്കും നേമവും, അല്ലെങ്കിൽ മഞ്ചേശ്വരവും, പാലക്കാടും. പക്ഷെ മലമ്പുഴയിൽ ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല. മലമ്പുഴയിലെ യഥാർത്ഥ ത്രികോണ മത്സരം നടക്കും. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ സംഭവിച്ചതുപോലെയാണ് യഥാർത്ഥ ത്രികോണ മത്സരം നടക്കും. അപ്പം തിരുവനന്തപുരത്ത് ത്രികോണ മത്സരം നടക്കാത്തതുകൊണ്ടാണ് BJP പരാജയപ്പെട്ടത്. കാരണം ഇടതുപക്ഷത്തിന്റെ വോട്ട് കോൺഗ്രസിലേക്ക് പോയി. പക്ഷെ ഇവിടെ മലമ്പുഴയിൽ ഞാൻ കാണുന്ന BJP-ക്കുള്ള അഡ്വാൻറ്റേജ്, അവിടെ മറ്റു തരത്തിലുള്ള കോൺഗ്രസിന്റെ പെർഫോമൻസ് നന്നാവണം. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ കോൺഗ്രസിന്റെ വോട്ടിങ് കൂടുമ്പം കുറയുന്നത് CPM-ന്റെ വോട്ടാണ് കുറയുന്നത്. അപ്പം കോൺഗ്രസിന്റെ പെർഫോമൻസ്, അതായത് സുരേഷിന് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് BJP-ക്ക്. അല്ല, BJP-യുടെ മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ BJP-യുടെ ഏറ്റവും ഹയസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞ ലോകസഭയിലാണ്. അതായത് 31.6%. നിയമസഭയിൽ കിട്ടിയത് 30.68 ആണ്. അപ്പൊ ഏതാണ്ട് നമ്മൾ 1% വോട്ട് കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ പോളിംഗ് കുറവായിരിക്കും പക്ഷേ. അല്ല, ഞാൻ പറഞ്ഞത് ലോകസഭയിലെ പെർഫോമൻസ് ആണ് BJP-യുടെ ഹയസ്റ്റ്. അതായത് നിയമസഭ ശതമാനത്തിൽ 31.6% കുറവാണ്. അല്ല, അത് വോട്ടിന്റെ എന്ന് പറയുമ്പോൾ നമ്മള് പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് അനലൈസ് ചെയ്യുമ്പോൾ പെർസെന്റേജ് ആയിരിക്കും കൂടുതൽ നമുക്ക് റിലയബിൾ ആകുക. കാരണം വോട്ട് എന്ന് പറയുന്നത് ഓരോ മണ്ഡലത്തിന്റെയും പുനഃസംഘടന കഴിഞ്ഞപ്പോഴും പോളിംഗിന്റെ ലെവൽ അനുസരിച്ച് മാറും. പക്ഷേ പെർസെന്റേജ് എടുക്കുമ്പോഴാണ് നമ്മൾ ഒരു യഥാർത്ഥ സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാക്കുന്ന പെർസെന്റേജ് വെച്ചിട്ടായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പെർസെന്റേജ് നോക്കുമ്പോൾ BJP-ക്ക് 31.6 നിയമസഭയിൽ 30.68 ആയിരുന്നു. അപ്പം 1% ഗ്രോത്ത് അവിടെ ഉണ്ടാകുകയും ചെയ്തത്. ഈ 1% ഗ്രോത്ത് 2% കൂടെ, അതായത് 2021 ലഭിച്ചതിനേക്കാളും ഒരു 3% വോട്ട് BJP-ക്ക് ഉയർത്താൻ കഴിഞ്ഞാൽ BJP-യുടെ വിജയം, ശ്രീ കൃഷ്ണകുമാറിന്റെ വിജയം അവിടെ സുനിശ്ചിതമാണ്. മാത്രമല്ല, കൃഷ്ണകുമാർ ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് അവിടെ സുപരിചിതനായ സ്ഥാനാർത്ഥി. ഇവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളിൽ ആ മണ്ഡലത്തില് സുപരിചിതനായ വ്യക്തിയാണ്. അപ്പം അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ BJP-യുടെ പൊതുവായ കേരളത്തിലെ BJP-ക്ക് അനുകൂലമായിരുന്നില്ല ഒരു കാറ്റ് കേരളത്തിൽ വീശുന്നുണ്ട്. അത് വിജയസാധ്യതയെ ഇല്ലായ്മയല്ല നോക്കുന്നത്.
BJPയുടെ പിന്തുണ, ജനപിന്തുണയിൽ വലിയ വർധനവ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടാകും. അതിൻ്റെതായ ഒരു പ്രഭാവവും അവിടെ കാണും. കൃഷ്ണകുമാർ അവിടെ കേന്ദ്രീകരിച്ച് 2 തെരഞ്ഞെടുപ്പിൽ മൂന്നാമത് മത്സരിക്കുന്നത് അതിന്റെ ഒരു തുടർച്ചയുണ്ട്. മറ്റ് BJP ചില മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികൾ വ്യത്യസ്തമായിട്ട് അദ്ദേഹം അവിടെ തന്നെ തുടർച്ചയായി മത്സരിച്ച് വോട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സമാന്തരമായിട്ട് ലോകസഭയിലും വോട്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും അത് ഉണ്ടാകും എന്നുള്ളതാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ. അങ്ങനെയാണെങ്കിൽ മലമ്പുഴയുടെ വിധി വരുമ്പോൾ BJPക്ക് വളരെ അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. ഈ പ്രൊവൈഡഡ് ഈ 3% വോട്ടിന്റെ ഇൻക്രീസ് ഉണ്ടായാൽ